ചൈനയിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പൊതുവെ ആളുകൾക്കുള്ള തെറ്റിദ്ധാരണകൾ. ചൈനയിലെ പ്രോഡക്ട്സ് എല്ലാം വളരെ ചീപ്പ് പ്രോഡക്ട്സ് ആണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും ചൈനയിൽ ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ടേഴ്സ് വളരെ കുറഞ്ഞ പ്രോഡക്ട്സ് ചൈനയിൽ പോയി പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് സെർവ് ചെയ്യുന്നതുകൊണ്ടാണ് ചൈനയിലെ പ്രോഡക്ട്സിന് ക്വാളിറ്റി കുറവ് നമുക്ക് തോന്നുന്നത്. ഐഫോൺ, DJI പോലുള്ള നല്ല ബ്രാൻഡ്സും ലക്ഷറി ഗുഡ്സും നമുക്ക് ചൈനയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. 2, ഹ്യൂജ് ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും എല്ലാ ചൈനയിലെ മാനുഫാക്ചേഴ്സിനും ഒരു MOQ ഉണ്ടാവും, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടാവും. അവർക്ക് അത് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വെച്ചിട്ടാണ് അത് പറയുന്നത്. പക്ഷേ അത് നമുക്ക് എടുത്താൽ പൊങ്ങാത്തൊരു MOQ ആയിരിക്കണം എന്നില്ല. 3, ഡയറക്റ്റ് നമ്മളൊരു ഫാക്ടറിനെ കോൺടാക്ട് ചെയ്താൽ ബെറ്റർ പ്രൈസ് കിട്ടും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ നല്ലൊരു സോഴ്സിംഗ് ഏജന്റ് ത്രൂ പോകുമ്പോൾ നല്ലൊരു നെഗോസിയേഷൻ നടക്കുകയും ബെറ്റർ പ്രൈസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുകയും ചെയ്യും. 4, ചൈനയിൽ നിന്നും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ ഷിപ്പിംഗ് കോസ്റ്റ് വളരെ വലുതാണ്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും ചൈനയിൽ നിന്നും പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 20 മുതൽ 50% വരെ പ്രോഡക്റ്റ് കോസ്റ്റിന്റെ ഒരു കൺസ്യൂമർ പ്രോഡക്ട്സ് ആണെങ്കിൽ നമുക്ക് കോസ്റ്റ് വരും. 5, അലിബാബ ആണ് ബെസ്റ്റ് സപ്ലയർ എന്നുള്ളത്. അലിബാബ എന്നുള്ളത് ഒരു സപ്ലയർ അല്ല, ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മാത്രമാണ്. അവിടെ ഹോൾസെയിലേഴ്സ്, ഏജന്റ്സ്, ട്രേഡേഴ്സ് എല്ലാം ഉണ്ടാവും. നമുക്ക് എല്ലാവരെയും ഒരേപോലെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോഴ്സിംഗ് ഏജൻസിനെ ചൂസ് ചെയ്യുമ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ളവരെ തന്നെ ചൂസ് ചെയ്യുക. സോഴ്സിംഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കും.